ഒരുപാട് ക്ലാസ്സുകളൊക്കെ കേട്ട് കഴിഞ്ഞാല് ഇൻഫ്ലുവൻസ്ഡ് ആവില്ല എന്ന് ആരാ പറഞ്ഞത്? കുറെ ആളുകളൊക്കെ അങ്ങനെ ആയിട്ടുണ്ട്. പക്ഷേ പറയുന്ന കാര്യത്തിന് അതേ ആംഗിളിലല്ല എടുക്കുന്നത് എന്ന് മാത്രം. സാധാരണയായിട്ട് ഇപ്പോ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഞാൻ അടക്കമുള്ള എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്. കുട്ടികളെ കുറച്ചൊക്കെ അവരെ സ്വാതന്ത്ര്യത്തിന് വിടണം. അവരുടെ ഒരു പാഷനും ഒരു ഇഷ്ടമൊക്കെ നമ്മളൊന്ന് കൺസിഡർ ചെയ്യണമെന്ന്. എന്ന് പറഞ്ഞിട്ട് കുട്ടികളുടെ ഭാവിയിൽ അവരുടെ ഒരു തീരുമാനം എടുക്കുമ്പോൾ നമ്മൾ ഒരു അഭിപ്രായവും പറയരുത് എന്നൊരു അർത്ഥം അതിനില്ല. ഇപ്പൊ ഞാൻ കുറച്ച് ദിവസം മുമ്പ് നമ്മുടെ 10ാം ക്ലാസ്സിലെയും 12ാം ക്ലാസ്സിലെയും പരീക്ഷ എഴുതിയിരിക്കുന്ന കുട്ടികളുടെ പാരന്റ്സിനെയൊക്കെ ഒന്ന് കാണുകയുണ്ടായി. അപ്പൊ കുറച്ച് പേർക്കൊക്കെ വ്യക്തമായ ധാരണയുണ്ട് ഇനി മുന്നോട്ട് എങ്ങനെയാണെന്നുള്ളത്. പക്ഷെ ചില ആളുകൾ പറഞ്ഞു, ഓ നമ്മളൊന്നും പറയുന്നില്ലപ്പ, ഇനിയിപ്പോ നമ്മളൊക്കെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിയുടെ ഭാവിക്ക് എന്തെങ്കിലും പ്രശ്നമായാലോ, അവർക്ക് വിഷമായാലോ, അങ്ങനെയൊക്കെയല്ലേ ഇപ്പൊ എല്ലാവരും പറയുന്നത്, കുട്ടീനെ അതിന്റെ ഇഷ്ടത്തിന് വിടണമെന്ന്. അതായത് നീ ഇന്ന കോഴ്സ് തന്നെ എടുക്കണം, ഞാൻ പറഞ്ഞതിന് കടുകിട മാറരുത് എന്ന് പറയുന്ന ഡോമിനന്റ് ആയിട്ടുള്ള ഒരു പാരന്റ് കാണിക്കുന്ന അതേ സ്വഭാവം തന്നെയാണ് ഞാൻ ഇതിലൊന്നും ഒരു ഭാഗമല്ല, ഫീസ് അടയ്ക്കാനാവുമ്പോ പറഞ്ഞാൽ മതി എന്ന് മാറി നിൽക്കുന്നവരും ചെയ്യുന്നത്. രണ്ടും രണ്ട് തരത്തിലാണെന്ന് മാത്രം. കുട്ടികളായതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇമ്മച്ചുവർ ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാം. എന്തെങ്കിലും കണ്ട് അട്രാക്റ്റഡ് ആയിട്ട് ഒരു തീരുമാനം എടുത്തേക്കാം. ചിലപ്പോൾ അവർക്ക് ഈ നാട്ടിൽ നിന്ന് പോകാനുള്ള ഒരു കൊതി കൊണ്ട് തന്നെ ഒട്ടും ഇഷ്ടമല്ലാത്തൊരു സാധ്യതയെ അവര് സെലക്ട് ചെയ്തേക്കാം. അപ്പോ നമ്മൾ എന്ത് വേണം, കുട്ടികളുമായിട്ട് സംസാരിച്ച് ഒരു അവരുടെ പ്ലസും മൈനസ് ഒക്കെ അവരെ കൊണ്ട് തന്നെ മനസ്സിലാക്കിച്ച് അവരെടുക്കാൻ പോകുന്ന കോഴ്സിനെ കുറിച്ച് അറിഞ്ഞ് ആ കോഴ്സിനെ കുറിച്ച് നമുക്ക് യൂട്യൂബിലൊക്കെ തപ്പിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ കിട്ടും. അത് പഠിച്ച ആളുകളുടെ ഇന്റർവ്യൂസ് കിട്ടും, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ജോലികളെ കുറിച്ച് കിട്ടും. അപ്പൊ ഇതൊക്കെ ഇവരെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് നോക്കുക. ഒരു മോഡറേറ്റ് ആയിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഒന്നില്ലെങ്കിൽ ആശാന്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് പുറത്തുനിന്നുള്ള ഒരു പാരന്റിങ് സ്റ്റൈല് ഒന്ന് മാറ്റാം. ഇനിയിപ്പോ നമുക്കത് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ലെങ്കിൽ കുട്ടികളിൽ അത്രയും ഇൻഫ്ലുവൻസ് ചെലുത്താൻ പറ്റുന്ന അധ്യാപകരോ അല്ലെങ്കിൽ നമ്മുടെ പരിചയത്തിലുള്ള ആളുകളോ അല്ലെങ്കിൽ കരിയറുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളുടെയൊക്കെ അടുത്ത് കൊണ്ടുചെന്ന് പാരന്റിന്റെ സഹായത്തോടു കൂടി കുട്ടിയുടെ താല്പര്യത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് അവരുടെ ഒരു പാഷനും ഇഷ്ടവും ഒക്കെ കണക്കിലെടുത്തിട്ട് ഒരു ഫ്യൂച്ചർ കോഴ്സ് സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത്രയേ ഈ പറയുന്നതിൽ ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ലാതെ കുട്ടിയുടെ ഭാവിയിൽ നമുക്കൊരു ഉത്തരവാദിത്തമില്ല, ചുമ്മാ ഫീസ് അടയ്ക്കാൻ നേരത്ത് ഒരു ATM ആയിട്ട് അങ്ങ് ചെന്നാൽ മതി എന്ന രീതിയിലല്ല പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, ലെറ്റ് ലൈറ്റ് ഷൈൻ ഔട്ട് ഓഫ് ഡാർക്ക്നെസ്.